അപ്പോൾ നമ്മുടെ ജെയ്സൺ ചാമോളപ്പലും ടീമും എവിടെ എത്തി എന്നതുകൂടി നമുക്കൊന്ന് നോക്കണം. തിക്കും തിരക്കും കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞല്ലേ നീ ഇത്ര സ്ഥലമേ ഉള്ളൂ. ബാക്കി ഇനി നമ്മൾ ഈ ക്യാമറയുമായിട്ട് നിൽക്കുന്ന ഇത്ര സ്ഥലമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലായിടത്തും ആളായി. അതെ, സ്വരാജ് റൗണ്ട് നിറഞ്ഞു. അപ്പൊ ആ റൗണ്ട് നിറഞ്ഞു. ജെയ്സൺ ഇനി ഇങ്ങോട്ട് വന്നാൽ നിൽക്കാൻ പോലും സ്ഥലം കിട്ടുമെന്ന് തോന്നുന്നില്ല. എവിടെയായി ജെയ്സൺ? ഞാനും ഈ നിറഞ്ഞ ജനസമുദ്രത്തിന്റെ ഇടയിലാണ്. ഇവിടെ നിന്നും നീങ്ങാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. അടുത്ത ടീമിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് എത്ര നേരം കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം വിയൂർ ദേശം ബിനി ജംഗ്ഷൻ വഴി ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഓരോ 100 മീറ്ററും ഓരോ സ്റ്റെപ്പ് ചൂടും വെച്ച് അതുപോലെ തന്നെ കുറേ സമയമെടുത്ത് മേളം കൊട്ടുമുക്കി കഴിഞ്ഞിട്ടേ അവർ ഓരോ ഘട്ടങ്ങളിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ കാത്തിരിപ്പാണ്. സ്വരാജ് റൗണ്ട് ഏതാണ്ട് പൂർണ്ണമായും നിറഞ്ഞ അവസ്ഥയിലാണ്. സത്യത്തിൽ ദീപക് മലയമ്മ നിൽക്കുന്നിടത്ത് സീതാറാം വളരെ വലിയ ഒരുക്കത്തോടു കൂടിയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇത്തവണ അവർ കപ്പടിക്കുമെന്ന് ആ വാശിയും ആവേശവും അവരുടെ വാക്കുകളിലുണ്ട്, അവരുടെ പ്രവൃത്തികളിലുണ്ട്, അവരുടെ ഒരുക്കങ്ങളിലുണ്ട്. അതിൻ്റെ ഒരു ആവേശം സത്യത്തിൽ ദീപക് അവിടെ നിന്ന് നമുക്ക് നൽകുന്നുണ്ട്. ആ ആവേശം സുജിയ മറ്റുള്ളവർക്കും നൽകുന്നുണ്ട്. നേരത്തെ കടന്നുപോയ പ്രധാനപ്പെട്ട ഒരുപാട് 4-5 ടീമുകൾ, ആ 5 ടീമുകളും ഒരുപോലെ കടുത്ത മത്സരത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് സുജിയ ഇപ്പോൾ. അപ്പോ ജെയ്സൺ കുന്നംകുളംകാർ കുറച്ചുപേര് കുറച്ചേരെടുക്ക്. ചെണ്ട കൊട്ടുന്ന ചെണ്ട ഉണ്ടാക്കുന്ന കൊല്ലമ്പടി ദേശത്താണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ പൂരം, പുലിക്കളി, ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2 കാഴ്ചകളും ഉള്ളത് തൃശ്ശൂരിലാണ്. അപ്പോ തൃശ്ശൂരിനെ മറച്ചു വെക്കാനായിട്ടൊരു വേറൊരു ദേശമുണ്ടോ? ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് വാദ്യമേളങ്ങൾക്ക് സൗണ്ട് കൊടുക്കുന്ന ചെണ്ട ഉണ്ടാക്കുന്ന ഞങ്ങൾ തന്നെയാണ് കൊല്ലമ്പടി. അത് വെള്ളറക്കാട് കൊല്ലമ്പടി നിയർ തേജസ് എഞ്ചിനീയറിംഗ് കോളേജ്. തൃശ്ശൂർ ഒരു ഇന്റർനാഷണൽ സിറ്റിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റു പറയാൻ കഴിയില്ല. അതാണ് എല്ലാം ലോകത്ത് കീർത്തി കേട്ട ഒരു നാടാണ് തൃശ്ശൂർ. അതാണ്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ആർപ്പ വിളിച്ചാലോ? നിങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടറാണ് നമ്പർ 1, ലോകത്തിലെ നമ്പർ 1 വരാം. ഒരു സംശയമില്ല എനിക്ക്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഏത് വൈബ് എന്ന് ചോദിച്ചാൽ ഇത് പുലിക്കളി വൈബ് അല്ലേ? തീർച്ചയായിട്ടും പുലിക്കളി വൈബ്. ഏത് മൂടെന്ന് ചോദിച്ചാൽ പുലിക്കളി മൂട്. തീർച്ചയായിട്ടും. അപ്പൊ മൊത്തത്തിൽ ഒരു ഓണമായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മണി 6 ആകാറായി. ഇത് വല്ലതും അറിഞ്ഞോ? പക്ഷെ 6 മണി ആയിക്കഴിഞ്ഞാലും അതായത് 6 മണി ആയാലും ആറുന്നില്ല, ആറാടുകയാണ്. തീർച്ചയായിട്ടും പുലിക്കളിയിൽ അങ്ങ് ആറാടുകയാണ്. അപ്പൊ ആ ഒരു വൈബിലേക്ക് മൊത്തത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാ ഒരു പുലി വേഷം, പുലി മുഖമൊക്കെ ആയിട്ട്. അത് വെക്കാത്ത എന്താ? പുലിയുടെ മുഖം എന്താ വെക്കാത്തെ? കണ്ണൂരിൽ നിന്ന് വന്നെയാണ് 2 പുലികളും. 2 പുലിയും കണ്ണൂരിൽ നിന്ന് വന്നാണ്. ഇത് ജോലിക്കൊന്നും പോയില്ലേ? ഇപ്പോ ജോലിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോ എന്തോ ആണോ? എന്താ ചേച്ചിയുടെ പേര്? അനിത ചേച്ചി എവിടുന്നാ വന്നേ? കുന്നത്തങ്ങാടി മനക്കടി. കുന്നത്തങ്ങാടിന്ന് വന്നാണ്. ചേച്ചി പുലിക്കളി എങ്ങനെ ഉണ്ട്? ആണോ? ഏത് പുലിയാ ഇഷ്ടം? മരയം പുലിയാണോ, കരിമ്പുലിയാണോ, പച്ചപ്പുലിയാണോ? ചേച്ചിക്ക് എല്ലാ പുലിയും ഇഷ്ടമാണ്. ഇല്ല, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പുലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പുലിയും നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും ശരിക്കും പറഞ്ഞ ഒരു ആൾക്കൂട്ടമായി കഴിഞ്ഞ അർജുനെ. തീർച്ചയായിട്ടും ഇനി എന്ത് ആവേശം. അതെ, സത്യം പറഞ്ഞ റിപ്പോർട്ടർ തൂക്കിയെന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ തൂക്കും. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടറിലൂടെ പുലിക്കളിയുടെ ആവേശം നമ്മൾ തത്സമയം ചേട്ടൻ വെച്ചു. കണ്ടോ, ചേട്ടൻ പുലിയായി മാറി. കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ഇവർ രണ്ടുപേരും കൂട്ടുകാർ രണ്ടുപേരുടെ പുലിക്കളിക്ക് ഇറങ്ങിയതാ. കണ്ണൂര് എവിടെയാ? കണ്ണൂര് കാൽടാക്സി. ടൗൺ തന്നെയാ. ഞാനും കണ്ണൂരാട്ടോ. അതെ, എവിടെയാ? കണ്ണൂർ തന്നെ. കല്യാണം. ബൈ ബൈ.
ഹാപ്പിയാണോ ഹാപ്പിയാണോ എവിടെയാ സ്ഥലം എവിടെയാ? പാലക്കാട്. ദുബായിൽ നിന്നാണ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ വരുന്നത്? നല്ല വൈബായില്ലേ? അപ്പൊ അങ്ങനെ പുലിക്കളിയുടെ ഒരു ആവേശത്തിലേക്ക് മൊത്തത്തിൽ എല്ലാവരും എത്തി. ദുബായിൽ നിന്ന് വന്നവരുണ്ട്, നമ്മൾ നേരത്തെ സൗദിയിലെ ഷെയ്ഖിനെ കണ്ടു. അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും പുലിക്കളിയുടെ പാലക്കാട് കൽപ്പാത്തി എന്ന് വന്ന ചേച്ചിയുടെ പേരെന്താ? ധനലക്ഷ്മി. പാലക്കാട് നെന്മാറ. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ഓക്കെ ഏട്ടാ. അപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ റിപ്പോർട്ടർ എപ്പോഴും കാണണം കേട്ടോ. അരുൺകുമാർ സാർ പറഞ്ഞോ അരുൺകുമാർ സാറിന്റെ ഒരു ഫാനാണ്. കൽപ്പാത്തി അങ്ങോട്ട് പറഞ്ഞോ അരുൺ സാർ കാണുന്നുണ്ട്. സാറിന് നമുക്ക് അടുത്ത തവണ ഇറക്കാം. സാർ ഈ പുലിക്കളിയൊന്നുമല്ല, സാറിന് വള്ളംകളിയിലാണ് താല്പര്യം. അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് പോയി പുലിക്കളിക്ക് എന്നെ പറഞ്ഞു വിട്ടു. പിന്നല്ല. അപ്പോ പുലിക്കളിയുടെ ഒരു വൈബിലേക്ക് മൊത്തത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പിള്ളേർ സെറ്റൊക്കെ പുലിക്കളി ഇങ്ങനെ ആസ്വദിക്കുകയാണോ? നിങ്ങളിപ്പോ സാധാരണ നിങ്ങൾ ഈ ഗെയിംസിലൊക്കെയാണ് താല്പര്യം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുലിക്കളി നിന്ന് ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ലതാണ്. എവിടുന്നാ വരുന്നത്? മൊത്തം കണ്ടിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദമില്ലാതെ എല്ലാവരും അതേ ഒരു പുലിച്ചേട്ടൻ ഒരു പുലി കളറുള്ള ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എവിടുന്ന് വാങ്ങിച്ചേ? താമരശ്ശേരി. ചുരമിറങ്ങി വന്നാണോ? അപ്പൊ ഈ ഉടുപ്പൊക്കെ നേരത്തെ സെറ്റ് ചെയ്തോ? ഓ ആരാ? അതാരാടാ? അതാരാടാ? എനിക്കറിഞ്ഞൂടാ. ഇല്ല, അറിയില്ല ഏട്ടാ. ഓ ഏതാ കുട്ടി? എവിടെ കുട്ടി? വരൂ. കുട്ടിയുടെ ഇത് കുട്ടി. ഇതാണോ കുട്ടി? ഇതിനു മുമ്പേ വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് പുലികളി വൈബ്? എങ്ങനെയുണ്ട്? അടിപൊളി. പുലിച്ചുവട് പഠിച്ചോ? എന്നാ ഒരു 2 ചുവട് വെച്ചിട്ട് പോയാൽ മതി. അർജുൻ കല്യാണം കാണിച്ചു തരും. ശരി. താളറിയാവോ? ഇവര് കളിക്കും. ചേച്ചി കാണിക്കും. അപ്പൊ പുലിക്കളിയുടെ ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു പുലിച്ചുവട് വെച്ചു പോകും. മോന്റെ പേരെന്താ പറഞ്ഞില്ല? ദാനിഷ് ഏത് ക്ലാസ്സിലാ? 3-ല്. അപ്പൊ 3ാം ക്ലാസ്സുകാരൻ ദാനിഷ് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോഗ്രാഫർ ഉണ്ടോ? ആരാ? അപ്പൊ ഫോട്ടോ എടുക്കാണ്. അപ്പൊ അതോടൊപ്പം ഞാൻ വർത്തമാനം കൂടി പറയാം. അർജുൻ, നമ്മുടെ ദീപക് മലയമ്മ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, അല്ലെ ദീപകിനെ നമുക്ക് കാണാതായി പോകും.